അമ്മാർ സാധനം പിടിക്കാൻ വെച്ചിരിക്കാം. അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ ബഷീർ. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, ഒരു രക്ഷയില്ലാട്ടാ. ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് പുഴയാണ്. അപ്പോൾ മഴക്കാലത്ത് പുഴ നിറയുന്നതോടെ വെള്ളം കയറി അപ്പോൾ മീനുകളൊക്കെ ഇതിൽ കയറും. വെള്ളം വലിയുന്നതോടെ എല്ലാ മീനുകളും ഇറങ്ങിപ്പോയില്ല. അപ്പോൾ ബാക്കി അവശേഷിക്കുന്ന മീനുകൾ ഇതിൽ കുടുങ്ങി കിടക്കും. അപ്പോൾ ഈ പറമ്പിൽ ചെറിയ ചെറിയ കുഴികളുണ്ട്. ആ കുഴിയിലാണ് ഇപ്പോൾ മീനുകളുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ബഷീർക്ക് ഞാനും കൂടിയാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ ഈ കുഴിയാണ് നമ്മൾ ബക്കറ്റും കൊണ്ട് കോരി വറ്റിക്കുന്നത്. അപ്പോൾ കോരി വറ്റിക്കുന്നതിൻ്റെ ഇടയിൽ 2 മീനുകൾ കിട്ടി. അപ്പോൾ ആദ്യം 2 പോട്ടകളാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഈ കുഴിയിൽ ബഷീർക്ക് 3ാമത്തെ തവണയാണ് കേട്ടോ. ഒരാഴ്ചക്കിടെ 3ാമത്തെ തവണയാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ വരുന്നത്. ആദ്യത്തെ 2 തവണയും ഞാനുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു തവണ വലിയ തിലേപ്പിയും അതേപോലെ വലിയ ചുടിയനും കിട്ടിയെന്നാണ് പറഞ്ഞത്. 2ാമത്തെ തവണയും വലിയ കുഴപ്പമില്ലാത്ത മീൻ കിട്ടി. അപ്പോൾ 3ാമത്തെ തവണ എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ വിചാരിക്കും 2 തവണയും മീൻ പിടിച്ചിട്ട് ഈ കുഴിയിൽ മീൻ കഴിഞ്ഞിട്ടില്ലെന്നോ. അപ്പോൾ ഇതൊരു ചെറിയ കുഴിയാണ്. ഈ കുഴിയിലേക്ക് 4 ഭാഗത്തു നിന്ന് ചെറിയ ചാല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാലിലൂടെയാണ് മീനുകളൊക്കെ ഇറങ്ങി വരുന്നത്. ഇതിലെ മീനെല്ലാം ചളിയിൽ പതിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആഹാ, സൂപ്പർ അടിപൊളി സാധനം കേട്ടോ. നോക്കിയേ, കിടന്ന് നോക്കിയേ നോക്കിയേ, ഒരു രക്ഷയില്ലാട്ടാ. ഈ ചെറിയ കുഴിയിൽ നിന്നാണ് എന്താ വെച്ചിരിക്ക അതൊന്ന് പിടിക്ക്. അതാ ഓക്കെ, അതിൻ്റെ ഉള്ളിലേക്ക് അതാ ഉള്ളിലേക്ക് പോയി ഞാൻ പഠിക്കും. ഓക്കെ ഓക്കെ, ആഹാ എന്നിട്ട് സാധനം കേട്ടാ. ഓക്കെ, പക്ഷേ മോളിക്ക് പിടിക്ക്. അതാ പോയി, ഇതാ പോയി, ഇതാ പോയി. അയ്യോ, അത് കയ്യിൽ ഒതുങ്ങുന്നില്ല കേട്ടാ. ബഷീർഖാൻ്റെ കയ്യിൽ പോലും ഒതുങ്ങുന്നില്ല. അമ്മാർ സാധനം ഇങ്ങനെ പിടിക്കാൻ വെച്ചിരിക്കാം. അടിപൊളി അടിപൊളി. ഓക്കെ, അല്ല അതാ കല്ലനാണ്, കല്ലൻ. ആഹാ, സൂപ്പർ കേട്ടോ. കിടക്കണില്ലേ? അവർക്ക് നമുക്ക് തന്നെ കാണിച്ചു കൊടുക്കാനുള്ളത്. ആഹാ, അതിന് കിടിച്ചോട്ടെ. അതെ അതെ, പക്ഷേ അവിടെ ഉണ്ട്. ഈ ബക്കറ്റിലിട്ടോ, അത് വെള്ളം കോരാല. അതൊക്കെ പിടിച്ചിട്ടോ ബഷീർ. അതിലിട്ടോ അതിലിട്ടോ. ഉണ്ടായിരുന്നല്ലോ. പൊന്തിയിട്ടുണ്ടാവും. ഇതിലുണ്ടാവട്ടെ, കുഴി, ഈ കുഴിയിലുണ്ട് ബഷീർക്ക. അതിലുണ്ടാവും. ബഷീർക്ക കടുകിനെ പിടിക്കണോ? അതിൻ്റെ മുള്ളു കൊണ്ടാ ഭയങ്കര കടച്ചിലായിരിക്കും. അതാണ് ബഷീർക്ക വെട്ടുകത്തി കൊണ്ട് വെട്ടിയത്. കാണിച്ചു കൊടുക്കേ, കടുതാ കടുക് കുത്തിയാണ്ടല്ലോ. മുള്ളു കാണിച്ചു കൊടുക്കുക ബഷീർക്ക. മുള്ളു ഇത് പൊട്ടിക്കുകയാണ് കേട്ടോ. ഇതാ മുള്ളു, അങ്ങനെ മുള്ളു പൊട്ടിച്ച് കളയണേ. കയ്യിൽ കുത്തും. കയ്യിൽ കുത്തിയാൽ നല്ല കടച്ചിലായിരിക്കും സാധനം. സംഭവം അത്രേ ഉള്ളൂ, പക്ഷെ അതാണ്. ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, സാധനം അടിപൊളി സാധനം കേട്ടോ. ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ ബഷീർ. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, ഒരു രക്ഷയില്ല കേട്ടോ.
ഓക്കെ, ചെറിയ കുഴിയാണ് അവിടെ. ഇതൊക്കെ കിട്ടിയാലും മതിയായില്ല ദോഷർക്ക. ഈ ചെറിയ കുഴി നാട്ടാ. ഇനി ഒരു മിനിറ്റ്. പോയി 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 പോയി. അയ്യോ, പോയ ചൊടീനെ പിടിക്കാൻ വീണ്ടും കുഴി പറ്റിച്ചു കേട്ടാ. ഓക്കെ, ചെറിയൊരു കിട്ടില്ല. ചേറിൽ പൂന്തി കിടക്കുക. എന്തായാലും ഞങ്ങൾ അവിടെ വിടില്ല. ആഹാ, അതിനെ കിടിച്ചോട്ടെ. അതെ അതെ, പക്ഷേ അവിടെ ഉണ്ട്. ഇനി ഞാൻ തരാം, പക്ഷേ ഞാൻ തരാം. മാറ്റി വേണ്ടത്. ആ, ഞാൻ മേലത്തെ മാറ്റി തട്ടെന്നാ. ഇത് പുല്ല്. ആ, ഞാൻ മാറ്റി തരാം. അതൊക്കെ മീൻ നോക്ക്, പിടിക്ക്. ഈ വെള്ളം ഒഴിച്ചാലോ? അതെ അതെ. തസ്ലിമ.